ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റംഷാദ് വോയിസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ റെയിൽവേ എക്സാമുകൾക്ക് വേണ്ടിയിട്ടും അതുപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള മാത്സിലെ 8ാമത്തെ ചാപ്റ്ററാണ്, 8ാമത്തെ പാർട്ട് 8ആണിത്. മുമ്പുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും അവ കാണുക. കാരണം എല്ലാം പ്രധാനപ്പെട്ട പ്രീവിയസ് ആയിട്ട് റെയിൽവേയിലും PSCയിലും ഒക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ പരിചയപ്പെട്ടു പോരുന്നത്. അപ്പോൾ എല്ലാ ദിവസവും 8 മണിക്കായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. നിങ്ങൾ ഈ ഒരു ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടുകൂടി ആ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് യഥാസമയം തന്നെ നോട്ടിഫിക്കേഷനായി വരികയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ വാട്സപ്പിലൂടെ ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അഡ്മിൻ ഓൺലി ഗ്രൂപ്പുകളായിരിക്കും. അതിലൂടെ ജോബ് ന്യൂസുകളും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയൊക്കെ ജോബ് അപ്ഡേറ്റ്സുകൾ വരുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ബ്രോഡ്കാസ്റ്റിംഗ് ചെയ്തിരുന്നു ഞാൻ. പക്ഷേ ബ്രോഡ്കാസ്റ്റിൽ പലർക്കും ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ ടെലഗ്രാമിലൂടെയും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയും അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ ഫസ്റ്റ് കമൻ്റായിട്ട് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ ജില്ലകൾക്കായിട്ടുള്ള നിങ്ങൾ ഏത് ജില്ലയിലാണോ ആ ജില്ലയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഓൺലി ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് കാര്യങ്ങൾ അതുപോലെ ഏതെങ്കിലും വീഡിയോസും അതുപോലെ ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ അതിലൂടെ ലഭിക്കുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിരുന്നു, 3 ക്വസ്റ്റ്യൻസ് തന്നിരുന്നു. ആ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. ഫസ്റ്റ് അതിൻ്റെ എക്സ്പ്ലനേഷനാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യാൻ തരുന്ന ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്ത് അതിൻ്റെ ആൻസർ താഴെ കമൻറ്റ് ചെയ്യുക. ഇൻ എ കോളേജ് യൂണിയൻ there are 48 students. The ratio of the number of boys to the number of girls is 5:3. The number of girls to be added in the union so that the ratio of boys to girls in 6:5. ഇപ്പോൾ എന്താ പറഞ്ഞേക്കണേ? ഇൻ എ കോളേജ് യൂണിയൻ there are 48 students. The ratio of the number of boys and girls, അവിടെ മൊത്തം 48 സ്റ്റുഡൻസ് ആണ് അവിടെ ഉള്ളത്. അവിടെ റേഷ്യോ എന്ന് ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത് 5:3 അപ്പോൾ 5:3 അവരുടെ അംശബന്ധം. അങ്ങനെയെങ്കിൽ ഇനി എത്ര സ്റ്റുഡൻസിനെ ഗേൾസിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ അംശബന്ധമായ 6:5 എന്ന അംശബന്ധത്തിലേക്ക് വരാൻ കഴിയും? അതാണ് ചോദ്യം. അപ്പോൾ എത്ര ഗേൾസിനെയാണ് ഇനി ആഡ് ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. ഇവിടെ നോക്കുക, മൊത്തമുള്ള സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ 48 സ്റ്റുഡൻസ് ആണ് അവിടെ ഉള്ളത്. നമുക്ക് ഈ 5:3 എത്ര ആൺകുട്ടികളും എത്ര പെൺകുട്ടികളും ഉണ്ടെന്ന് നോക്കാം. എങ്ങനെ കാണാം? ബോയ്സിനെ കാണുന്നുണ്ടെങ്കിൽ 48 × 5 അവരുടെ അംശബന്ധം. 5 / ടോട്ടൽ അംശബന്ധം 8. 48 8 എത്ര പ്രാവശ്യമാണ്? 6 പ്രാവശ്യമാണ്. 6 × 5 30 കുട്ടികളാണ് അവിടെ ആൺകുട്ടികളുള്ളത്. ഗേൾസ് ആണെങ്കിലോ 48 × 3 / 8. 8 6 പ്രാവശ്യം. 6 × 3 എത്രയാണ്? 18. അപ്പോൾ മൊത്തം 30 ആൺകുട്ടികളും 18 പെൺകുട്ടികളാണ് അവിടെ ഉള്ളത്. നമ്മോട് ചോദിച്ചു ഇനി എത്ര പെൺകുട്ടികൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ അംശബന്ധം 6:5 ആവുമെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് പുതിയതായിട്ടുള്ള ആഡ് ചെയ്ത ആളുകളുടെ എണ്ണം, ഗേൾസിൻ്റെ എണ്ണം എന്ന് പറഞ്ഞത് X ആണെങ്കിൽ നമുക്ക് നോക്കാം. ഇവിടെ 30 / 18 കൂടെ X ആഡ് ചെയ്തപ്പോൾ പുതിയ അംശബന്ധം 6/5 6:5 മാറി. നമുക്ക് X കണ്ടുപിടിക്കാം. എന്ത് ചെയ്യുക? ക്ലോസ് ചെയ്താൽ മതി. 5 × 30 13 15 150 = 6 × 18 എത്രയാണ്? 6 × 18 നമുക്ക് എത്ര കിട്ടുന്നത്? 5 × 18 90. അതിൻ്റെ കൂടെ ഒരു 18 കൂടി കൂടുമ്പോൾ 108 കിട്ടും. 6 × X + RX നോക്കാം. RX എന്ന് പറയുന്നത് എത്രയാണ്? 108. ഇങ്ങോട്ട് വരുമ്പോൾ 150 108 പോയി കഴിഞ്ഞാൽ എത്രയാണ്? 108 വ്യത്യാസം 42. X എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? അപ്പോൾ 42 / 6 എത്ര വരുന്നത്? 7. ഇപ്പോൾ 7 ആളുകൾ 7 പെൺകുട്ടികളെ കൂടി ആഡ് ചെയ്യുമ്പോഴാണ് പുതിയതായിട്ടുള്ള അംശബന്ധം 6:5 മാറുന്നത്. ചെയ്ത് നോക്കുക കിട്ടുന്നുണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഇത്തരം ക്വസ്റ്റ്യൻസ് ഇനി വരുമ്പോൾ ചെയ്യാൻ കഴിയുള്ളൂ. അടുത്ത ചോദ്യം എന്തായിരുന്നു?
The ratio of the number of boys and girls in a school is 8:12. If 50% of boys and 25% of girls are getting scholarship for their studies, what is the percentage of school students who are not getting any scholarship? ഇപ്പോൾ മൊത്തം 8:12 എന്ന് പറയുന്ന രീതിയിലാണ് ആൺകുട്ടികളും പെൺകുട്ടികളും ഉള്ളത്. ബോയ്സിൽ 50% കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ഉണ്ട്. അപ്പോൾ ഇല്ലാത്ത കുട്ടികളെ നമുക്ക് നോക്കാം. ഇല്ലാത്ത കുട്ടികൾ എത്ര? 50% കുട്ടികൾ സ്കോളർഷിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ബാക്കി കുട്ടികൾക്കില്ല. അപ്പോൾ 50% എന്ന് പറഞ്ഞാൽ 4 കുട്ടികൾക്ക് ഇല്ല. 8-4. അപ്പോൾ 8 എന്ന് പറയുന്ന റേഷ്യോയിൽ 4 ഭാഗത്തിന് നമ്മുടെ സ്കോളർഷിപ്പ് ഇല്ല. ഇനി 12 നോക്കാം. 12 എത്ര ഭാഗമാണ് പറഞ്ഞത്? 25% മാത്രമേ സ്കോളർഷിപ്പ് ഉള്ളൂ. ബാക്കി 75% സ്കോളർഷിപ്പ് ഇല്ല. അപ്പോൾ 25% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12ന്റെ 25% 1/4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 കിട്ടുന്നത്. 12 3 പോയി കഴിഞ്ഞാൽ 9 കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ഇല്ല. ടോട്ടൽ എത്രയാണ് വരുന്നത്? 4 9 13 കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നില്ല. അപ്പോൾ ഇതിപ്പോൾ എത്ര പെർസെൻറ്റേജ് ചോദിച്ചാൽ എന്താ എങ്ങനെ ചെയ്യുക? 13 എന്ന് പറയുന്നത് ടോട്ടൽ എത്ര കുട്ടികളാണ്? 13 ഇൻറ്റു എത്ര കുട്ടികളാണ്? 100 ഡിവൈഡ് ബൈ ടോട്ടൽ 20 കുട്ടികളാണ്. ഇപ്പോൾ 20 കുട്ടികളിൽ എത്ര പെർസെൻറ്റേജിനാണ്? അല്ല, 13 എന്ന് പറഞ്ഞാൽ 20ൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ്? 20 5 പ്രാവശ്യം 13 ഇൻറ്റു 5 എത്രയാണ്? 13 ഇൻറ്റു 10 എത്ര? 130ൻ്റെ നേർപകുതി 65% കുട്ടികൾക്കാണ് അവിടെ സ്കോളർഷിപ്പ് ഒന്നും ഇല്ലാത്ത കുട്ടികൾ എന്ന് പറഞ്ഞ് 65% കുട്ടികളാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ റേഷ്യോ ഓഫ് 2 numbers ഈസ് 3:8 ആൻഡ് ദെയർ ഡിഫറൻസ് ഈസ് 115. ദ സ്മാളർ ഓഫ് ദി 2 numbers ഈസ്. 2 നമ്പറുടെ റേഷ്യോ എന്ന് പറഞ്ഞത് 3:8 ആണ്. അവ തമ്മിലുള്ള വ്യത്യാസം 115 ആയാൽ അതിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് സംഖ്യകൾ 3:8 എന്ന് പറയുമ്പോൾ 3x അതുപോലെ 8x എടുക്കാം. ഇവിടെ നോക്കുക, 8x 3x പോയി കഴിഞ്ഞാൽ അതാണ് ഇവിടെ തന്നിരിക്കുന്നത് 115. 115 എന്ന് പറഞ്ഞാൽ 8x 3x കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. 8x 3x പോയത്രേ 5x എന്ന് പറയുന്നതാണ് 115. അപ്പോൾ x എത്രയായിരിക്കും? 115 ഹരിക്കണം 5. 115 5 ഹരിച്ച് എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 25 എത്രയാണ്? 100. 3 5 15. അപ്പോൾ 23 5 അതിലുള്ളത്. അപ്പോൾ 23 x. നമ്മോട് ചോദിച്ച ഏറ്റവും ചെറിയ സംഖ്യ എത്രയാണ്? 3x. 3x = 23 × 3 എത്രയാണ് കിട്ടുന്നത്? 23 × 3 നമുക്ക് കിട്ടുന്നത് 69. അപ്പോൾ 69 ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അപ്പോൾ ഇന്ന് ചെയ്യാനുള്ള 3 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അരുൺ റൺസ് ഫാസ്റ്റർ ദാൻ ഏലിയാസ് ബട്ട് നോട്ട് ആസ് ഫാസ്റ്റ് ആസ് ദിനേഷ്. ദിനേഷ് റൺസ് ഫാസ്റ്റർ ദാൻ ചന്ദർ ബട്ട് നോട്ട് ആസ് ഫാസ്റ്റ് ആസ് വിക്രം. who runs fastest? അപ്പോൾ ഞാൻ വിശദീകരിച്ച് തരുന്നില്ല. നിങ്ങൾ വായിച്ചതിന് ശേഷം നിങ്ങളുടെ ആരാണോ അതിൽ ഫാസ്റ്റസ്റ്റ്, ഏറ്റവും വേഗത കൂടിയത് ആരാണെന്ന് നോക്കുക. അത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എ മാൻ ate 100 grapes in 5 days. Each day he ate 6 more grapes than those he ate on the earlier day. How many grapes did he eat in the first day? ചെയ്ത് നോക്കുക. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ നാളെ ചെയ്യുന്നതാണ്. അപ്പോൾ ഓരോ വിഭാഗത്തിൽപ്പെടുന്ന ക്വസ്റ്റ്യൻസും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇതൊക്കെ കഴിഞ്ഞ പരീക്ഷകളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസാണ്. നെക്സ്റ്റ് വർക്ക് ഓൺ ടൈമിലൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു പോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. എ ആൻഡ് ബി ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 12 days and 15 days respectively. They began to work together but A left after 4 days. In how many more days would be alone complete the remaining work? എയും ബിയും കൂടിയും ഒരു ജോലി ചെയ്യാൻ വേണ്ടി 12 ദിവസം 15 ദിവസം എടുക്കുന്നുണ്ട്.
അവർ ഒരുമിച്ച് 4 ദിവസം വർക്ക് ചെയ്ത ശേഷം എ ലെഫ്റ്റ് അടിച്ച് പോയി. അങ്ങനെയെങ്കിൽ ഇനി എത്ര ദിവസം വേണം ബിക്ക് ആ ഒരു ജോലി, റിമൈനിങ് വർക്ക്, ബാക്കിയുള്ള ജോലി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ബിക്ക് എത്ര ദിവസം വേണമെന്നാണ് ചോദ്യം. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നോക്കിയിട്ട് ശേഷം ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ഈ ഒരു എക്സാം എഴുതുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടിയും ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.